PV അൻവറിനെ അനുനയിപ്പിക്കാൻ UDF ശ്രമം തുടരുന്നു. KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തും. ശുഭാപ്തി വിശ്വാസമെന്ന് PV അൻവർ. BDJS മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. വന്യജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിന്റെ അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ഇതിനായി വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകൾ അനുവദിക്കാനും തീരുമാനം. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ തുടർപഠനം തടഞ്ഞ ഹൈക്കോടതി. സർവകലാശാല നടപടി ഹൈക്കോടതി ശരിവച്ചു. 3 വർഷത്തേക്ക് 19 വിദ്യാർത്ഥികൾക്കും ഒരു ക്യാമ്പസിലും പ്രവേശനമില്ല. സംസ്ഥാനത്ത് നാളെ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി ചക്കുവള്ളത്ത് തോട്ടം തൊഴിലാളി മരമൊടിഞ്ഞു വീണ് മരിച്ചു. കണ്ണൂരും കാസർഗോഡും സ്കൂളുകൾക്ക് നാളെ അവധി. കൊച്ചി തീരത്തെ കപ്പലപകടത്തിൽ കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ. 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള അപകടങ്ങൾക്ക് കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം. വിഷു ബമ്പർ കോഴിക്കോട് വിറ്റ ടിക്കറ്റിന് BD 20 42 66 എന്ന ടിക്കറ്റിന് 12 കോടിയുടെ ഭാഗ്യം. രണ്ടാം സമ്മാനം 6 പേർക്ക് 1 കോടി വീതം. UDFിലേക്കുള്ള പ്രവേശനത്തിൽ അവസാന സമ്മർദ്ദ തന്ത്രവുമായി PV അൻവർ. നീതി തേടി KC വേണുഗോപാലിനെ സമീപിക്കുമെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവാദത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവാദം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ. തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിലുള്ള അമർഷവും നിരാശയും പ്രകടിപ്പിച്ചായിരുന്നു PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. UDFിൽ ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞ വാക്ക് നേതൃത്വം പാലിച്ചില്ല. ആര്യാടൻ ഷൗക്കത്തുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ അത് ഇപ്പോൾ പറയുന്നില്ല. അവസാന ശ്രമം എന്ന നിലയിൽ KC വേണുഗോപാലിനെ സമീപിക്കുമെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും. ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിച്ച് വന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ടൊരു തീരുമാനത്തിന് പോകണ്ട. You go and give the nomination. Didi will come there. എന്നാൽ അൻവറിന് വഴങ്ങേണ്ട എന്ന കർശന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം നിലമ്പൂരിലെ അനുകൂല അന്തരീക്ഷം കൈവിട്ടു പോകാതിരിക്കാൻ ചെറിയ വിട്ടുവീഴ്ചകൾ ആകാമെന്നും നേതൃത്വം കരുതുന്നു. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത്. AICC പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തി. അതിനെയാണ് അൻവർ എതിർത്തത്. UDFിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് അൻവർ മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. അൻവർ LDFിനെതിരെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് LDF വിട്ടതും MLA സ്ഥാനം രാജിവെച്ചത്. ആ നയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്ത് LDF സർക്കാരിന് ഒരു മറുപടി തിരിച്ചടി നൽകണമെങ്കിൽ അതിനാർക്കാ സാധിക്കുക? കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ സുവ്യക്തമാണ്.
LDF-നെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്തുണയുള്ള ഒരു മുന്നണിയാണ് UDF. അത് നമ്മൾ കണ്ടു. എവിടെയൊക്കെ? പുതുപ്പള്ളിയിൽ കണ്ടു, തൃക്കാക്കര കണ്ടു, പാലക്കാട്ട് കണ്ടു, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു, കേരളത്തിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കണ്ടു. ഇപ്പോൾ ഇതാ നിലമ്പൂരും കാണാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാവാത്തത്? LDF-ൻ്റെ തെറ്റായ നയങ്ങൾ, അഴിമതി, പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത്, കർഷക ദ്രോഹം, വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാത്തത്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപിൽ UDF ഉന്നയിക്കുന്നത്. അതിനോടാണ്, ആ നയത്തോടാണ് ഒന്നാമതായി യോജിക്കേണ്ടത്. UDF-ൻ്റെ നയങ്ങൾ, നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം, പുറത്ത് നടത്തിയ സമരങ്ങൾ, യുവജന വിദ്യാർത്ഥി സമരങ്ങൾ, അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യം എടുക്കേണ്ടത്. PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ UDF-ന് തിരിച്ചടിയാകുമെന്ന് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ. അൻവറിന്റെ പിന്തുണ നിർണായകമാണ്. അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ UDF-ന് തിരിച്ചടിയാകും. അൻവർ UDF-ലെത്തിയാൽ മുതൽക്കൂട്ടാകുമെന്നും K. സുധാകരൻ പറഞ്ഞു. ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങൾ. ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവറോട് ഇങ്ങോട്ട് വരണമെന്ന്. അൻവർ സ്വയം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം PV അൻവറിനെ അനുനയിപ്പിക്കാൻ UDF ശ്രമം തുടരുകയാണ്. KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തും. TK അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അൻവർ UDF-ലേക്ക് വന്നാൽ അത് നിലമ്പൂരിൽ ഗുണം ചെയ്യുമെന്നാണ്. പക്ഷേ അതിനെ എതിർക്കുന്ന ചിലരുമുണ്ട്. ഈ അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരു അവസ്ഥയിലാണോ UDF? ഏത് രീതിയിലൊരു അനുനയ ശ്രമങ്ങൾക്കാകും ഇനി ശ്രമിക്കുക? അൻവറുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ അൻവറിന് പുറത്തേക്ക് UDF-നും കോൺഗ്രസിനും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. കോൺഗ്രസിൽ ചേരിതിരിഞ്ഞ് അൻവർ പ്രശ്നത്തിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നേതാക്കൾ പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നില്ലെങ്കിലും അൻവറിനെ അനുകൂലിക്കുന്ന, സുധാകരനടക്കം അൻവറിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. മാത്രമല്ല, അനുകൂലമായുള്ളൊരു അന്തരീക്ഷം, നിലമ്പൂരിലെ അനുകൂലമായൊരു അന്തരീക്ഷം കൈവിട്ടു പോകരുത് എന്ന് മിക്ക നേതാക്കന്മാർക്കും താല്പര്യമുണ്ട്. മുസ്ലിം ലീഗിനും അത്തരത്തിലൊരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെ അൻവറുമായി പരമാവധി, അൻവർ പിടിക്കുന്ന വളരെ കുറച്ച് വോട്ടുകൾ പോലും വിജയത്തെ ബാധിക്കുമെന്നൊരു ചിന്ത UDF നേതൃത്വത്തിനുണ്ട്. അതുപോലെ തന്നെ അൻവറുമായി പരമാവധി, എന്നാൽ കാര്യമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും അൻവർ ഇന്ന് അവസാന ശ്രമം എന്ന നിലയിൽ KC വേണുഗോപാലിനെ കാണും. അത് തുടർന്ന് തന്റെ ആവശ്യം KC വേണുഗോപാലുമായി പങ്കുവയ്ക്കും. അതിലൂടെ ഒരു പ്രശ്ന പരിഹാരത്തിനാണ് അവസാനമായി ശ്രമിക്കുന്നത്. UDF-നും അത്തരത്തിൽ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നൊരു താല്പര്യം UDF-നും ഉണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റേത് ഉൾപ്പെടെ ചില കർശന നിലപാടുകൾ ഇതിന് ഒരു തടസ്സമാവുന്നുണ്ട്. എന്നാൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്നാൽ അൻവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും പരിഗണിക്കാമെന്നുള്ളൊരു ഇതിലേക്ക് മാറ്റിവെക്കാനും എല്ലാം ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും PV അൻവർ KC വേണുഗോപാലുമായി ചർച്ച നടത്തും. ആ ശ്രമത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും PV അൻവർ കുറച്ച് സമയങ്ങൾക്ക് ശേഷം KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തും. അതിലൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരവിന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PV അൻവർ വിഷയത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. KPCC നേതൃത്വവും UDF നേതൃത്വവും നിലമ്പൂരിൽ തന്നെയുണ്ട്. അൻവർ വിഷയം അവർ തന്നെ പരിഹരിക്കുമെന്നും ആന്റണി വ്യക്തമാക്കി. നിലമ്പൂരെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റിയ KPCC നേതൃത്വവും പ്രതിപക്ഷ നേതൃത്വവും UDF നേതൃത്വവും എല്ലാം നിലമ്പൂർ തന്നെയുണ്ട്. അവർ അത് പരിഹരിക്കും. PV അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്കും UDF-നും നിരുപാധിക പിന്തുണ നൽകണമെന്ന് K. മുരളീധരൻ. അതിനുശേഷം UDF തീരുമാനമെടുക്കും. അൻവറിന്റെ കാര്യം എല്ലാവരും ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും K. മുരളീധരൻ വ്യക്തമാക്കി. അത് ആദ്യം ചെയ്യേണ്ടത് ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് UDF സ്ഥാനാർത്ഥിയായ
നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് നൽകണം. അത് നൽകി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് സെറ്റിൽ ചെയ്യാം. കാരണം പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. ഇവിടെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അൻവറിനെ സഹകരിപ്പിക്കാൻ തന്നെ മുമ്പ് UDF തീരുമാനിച്ചതാണ്. ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് കാത്തു നിന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാം. UDFനെ സഹായിച്ചാൽ ഒരിക്കലും UDF കൈവിടില്ല. ഞങ്ങൾക്ക് LDFൻ്റെ രീതിയല്ല UDFനുള്ളത്. സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കും. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ആരും അംഗീകരിക്കില്ലെന്ന് അൻവറിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അൻവർ നേരത്തെ പറഞ്ഞതിനോട് നീതി പുലർത്തുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയില്ല. ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നും VM സുധീരൻ പറഞ്ഞു. നിലമ്പൂരിൽ UDF വിജയിക്കും. മറ്റ് വിഷയങ്ങളൊന്നും വിജയത്തെ ബാധിക്കില്ലെന്നും VM സുധീരൻ ചൂണ്ടിക്കാട്ടി. ഒന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരു നല്ല ലക്ഷണമായി ആരും കാണില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്യമായൊരു നയമുണ്ട്, ഒരു രീതിയുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതിനോട് അദ്ദേഹം തന്നെ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തന്നെ വഴിവെക്കില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു നല്ല ലക്ഷണമായി ആർക്കും കരുതാനാവില്ല. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളിലാണ് പാർട്ടി. 2 ദിവസത്തിനുള്ളിൽ ചേരുന്ന NDA യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. എന്നാൽ നിലമ്പൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന അഭിപ്രായമില്ലെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BDJS എന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗിൽ വന്നിട്ടുള്ള 2 തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിന്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിന്റെ വർക്കിന് പോയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJSന്റെ ഒരു ഭാഗം ആൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. ഇല്ല, അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. കാര്യം അങ്ങനെ ഒരു പ്രഖ്യാപനമോ വന്നിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BDJS സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചത്, കാര്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ്. തത്സമയം അവിടെ കള്ളപ്പണം വലിപ്പിച്ച് അങ്ങനെ സതീശൻ ഇപ്പോ ജയിലിനകത്ത് കഴിയുകയാണ്, അല്ലേ? സതീശൻ ജയിലിനകത്ത് കഴിയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നടക്കാൻ പോയ, കാര്യമായിട്ടൊന്നും വിദ്യാഭ്യാസമില്ലാത്ത, ഒരു പേപ്പർ കയ്യിൽ കിട്ടിയാൽ കറക്റ്റായിട്ട് അത് വായിക്കാൻ പോലും അറിയാത്ത, അത് തെറ്റല്ല. എത്രയോ ആളുകൾ വിവേകമുള്ളവരും അറിവുള്ളവരും വായിക്കാൻ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യമായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അറിയാത്ത സതീശന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ കുറെ നാൾ ജയിലിനകത്ത് കിടന്നു. അരവിന്ദാക്ഷൻ എവിടെ നിന്നാലും ജയിക്കും. എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യേക മമതയാണ് അരവിന്ദാക്ഷനോട്, ഒരു പ്രത്യേക സ്നേഹമാണ്. ചെരുപ്പ് കടയില് 300 രൂപ ശമ്പളത്തിൽ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ സംസ്ഥാനം കേന്ദ്രത്തിന്റെ അനുമതി തേടുന്നു. നിയമനിർമ്മാണത്തിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. നിലമ്പൂർ പ്രചാരണ വേളയിൽ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോഴാണ് നിർണായക തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ടത്. കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തിൽ കേസെടുക്കാൻ സർക്കാർ നീക്കം. ഇക്കാര്യത്തിൽ AGയോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. കപ്പൽ കമ്പനിയെയും ക്യാപ്റ്റനെയും പ്രതിചേർക്കാനാണ് ആലോചന. അതേസമയം തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കടൽ മത്സ്യം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. തീരത്തടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ സന്നദ്ധ സംഘടനകളെ സർക്കാർ നിയോഗിച്ചു.
24-നാണ് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കണ്ടെയ്നർ കപ്പൽ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. 643 കണ്ടെയ്നറുകൾ MSC എൽസ 3 എന്ന കപ്പലിലുണ്ടായിരുന്നു. ഇതുവരെ ഏകദേശം 46 കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. AGയോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. ക്രിമിനൽ, സിവിൽ നടപടിക്കുള്ള സാധ്യതയാണ് സർക്കാർ തേടുന്നത്. കപ്പൽ കമ്പനി, ക്യാപ്റ്റൻ, എഞ്ചിനീയർ തുടങ്ങിയ അധികൃതർക്കെതിരെയാണ് നിയമ നടപടി ആലോചിക്കുന്നത്. അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉയരുന്നതിനാൽ കപ്പൽ മുങ്ങാനുള്ള സാഹചര്യവും പരിശോധിക്കും. ഇതിനിടെ അപകടകരമായ വസ്തുക്കൾ കടലിൽ പതിച്ചിരിക്കാമെന്ന ആശങ്ക ഉയരുമ്പോൾ ഇതുവരെ അത്തരം കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നു. തെറ്റായ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും കടൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനിടെ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് പൂർണ്ണമായും മത്സ്യബന്ധനം ഒഴിവാക്കിയിട്ടുണ്ട്. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ കണ്ടെയ്നറുകളിൽ 5 എണ്ണം കടലിൽ വീണുകിടക്കുകയാണെന്നും തീരത്തെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ പറഞ്ഞു. അവ സുരക്ഷിതമായി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജൂലൈ 3-നകം ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. നിലവിൽ കടലിലുള്ള 5 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്. ഇത് കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ സ്കാനിംഗ് പരിശോധന നടത്തുന്നുണ്ട്. മൾട്ടി ബീം സ്കാനർ മെഷീൻ is being deployed on a tug as was appraised by Captain Azad. This will scan the seabed. First priority will be the wreck. Thereafter, wherever we have got isolated containers sunk to the seabeds, their geopositional locations will be noted and they will be recovered subsequently. ഇതുവരെ അടിഞ്ഞ കണ്ടെയ്നറുകൾ കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളല്ല. Only out of 13, only 5 DG containers are on deck. Remaining are in the cargo hold of the ship. So that cannot come out. So that will come out along with the ship whenever we are lifting. So out of 13, only 5 are on deck, which has fallen in water, and whatever containers so far landed ashore, then none of them are this dangerous container. So whatever came to the coast is mostly empty containers. കപ്പൽ മുങ്ങിയ സംഭവം ഒറ്റപ്പെട്ടതാണെന്നും കാരണം വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. Our preliminary inference is that it is connected with some kind of mechanical failure in the ballast management system, because it is to avoid the rolling and pitching, the heeling possibilities of the vessel. There are some technical failures in that part. That is what our preliminary assessment. We have no evidence of any other reason, including any breach of hull or damage to the hull as of now. But the investigation is processed and it will take little more time. പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ MSCയുടെയും T&D സാൽവേജിന്റെയും പ്രതിനിധികൾ തുടരുകയാണ്. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ മുങ്ങിയ കപ്പലിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ഇന്ധനം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏജൻസികൾ നടത്തുന്നത്. ആകെ 50 കണ്ടെയ്നറുകൾ ഇപ്പോൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. കപ്പൽ 50 അടി താഴ്ചയിലാണ് ഇപ്പോഴുള്ളത്. മുങ്ങിയ കപ്പൽ എല്ലാ രാജ്യാന്തര മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും പഴക്കം അപകടത്തിന് കാരണമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഇവർ പറഞ്ഞു. അപകടകരമായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉണ്ടെന്നുള്ള പ്രചരണങ്ങൾ അവാസ്തവമാണെന്നും DG ഷിപ്പിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരുക്കിയ ഡോക്യുമെന്ററി പുറത്തിറക്കി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ കമൽഹാസനാണ് പിണറായി ദി ലെജൻഡ് എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത്. താൻ പാർട്ടിയുടെ ഉൽപ്പന്നമാണെന്നും പാർട്ടിയോടുള്ള സ്നേഹമാണ് ഡോക്യുമെന്ററിയിലുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചരിത്രത്തിലാദ്യമായാണ് ഒരു സർവീസ് സംഘടന ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത്. ചിലർ വരുമ്പോൾ ചരിത്രം മാറും, മൂന്നാമതും പിണറായി തുടങ്ങിയ രീതിയിലാണ് പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിച്ചത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്, പകരക്കാരനില്ലാത്ത ഒരേയൊരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന വമ്പൻ പരിപാടിയിൽ നടനും മക്കൾ നീതിമയ്യൻ നേതാവുമായ കമൽ ഹസൻ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. തെക്ക് തേகிறது என்றெல்லாம் புலம்பிக் கொண்டிருக்காமல்
தெற்கை உதாரணமாக காட்டிக் கொண்டிருக்கும் முக்கிய தலைவர்களில் மூலமானவர். 9 വർഷത്തെ ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടവും അതിന്റെ ക്യാപ്റ്റനുമാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം. പിണറായി വിജയന്റെ ബാല്യകാലം മുതൽ പാർട്ടി സെക്രട്ടറി ആയതും മുഖ്യമന്ത്രി ആയതും വരെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. തന്റെ ജീവിതകഥ പ്രമേയമാക്കിയ അരമണിക്കൂർ നീളുന്ന ഡോക്യുമെന്ററി മുഖ്യമന്ത്രി വേദിയിലിരുന്ന് വീക്ഷിച്ചു. എന്നാൽ താൻ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന നേതാവല്ല, പാർട്ടിയുടെ ഉൽപ്പന്നമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയോടുള്ള സ്നേഹമാണ് ഡോക്യുമെന്ററിയിലുള്ളതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എൻ്റെതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല. എൻ്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ. ഇതേ സർവീസ് സംഘടന മുമ്പ് മുഖ്യമന്ത്രിക്കായി വാഴ്ത്തുപാട്ട് പുറത്തിറക്കിയത് വിവാദമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 30-ാം തീയതി വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 1 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. കുറ്റ്യാടി സബ് രജിസ്റ്റർ ഓഫീസിന് മുകളിൽ മരം വീണു. പലയിടങ്ങളിലും കടലാക്രമണവും രൂക്ഷമായി. ചാലിയം, കടുക്ക ബസാർ, കപ്പലങ്ങാടി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം കയറി. കോഴിക്കോട് 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 151ഓളം പേരാണുള്ളത്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മലയോര മേഖലയിലുള്ളവരോട് ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ കാസർഗോഡ്, അരയി, മടിക്കൈ പ്രദേശങ്ങളിൽ നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം. കാറ്റടിച്ചുണ്ടായ നാശത്തിനൊപ്പം കൃഷിയിടങ്ങളിൽ പുഴവെള്ളം കയറി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് നേന്ത്രവാഴ കർഷകർക്ക് ഉണ്ടായത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കിഴക്കൻ പ്രദേശങ്ങളായ അരയി, മുട്ടോഞ്ചിറ എന്നിവിടങ്ങളിലും മടിക്കൈ ഗ്രാമപഞ്ചായത്തിലുമാണ് നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം നേരിട്ടത്. കനത്ത മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ 1200ഓളം വാഴകൾ നിലംപതിച്ചു. വിളവെടുക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നേന്ത്രവാഴ കൃഷിക്ക് വ്യാപക നാശം നേരിട്ടത്. അരയിപ്പുഴ കരകവിഞ്ഞ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതോടെ ബാക്കിയുള്ള വാഴകളും വൈകാതെ നശിക്കുമെന്ന് കർഷകർ പറഞ്ഞു. ബാങ്കിൽ നിന്ന് ലോണെടുത്ത് കൃഷി നടത്തുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി. വൻ കാറ്റ് വീശിയതിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും 500 വാഴ വെച്ചവരെ 250, 200 വാഴ 100 ഇങ്ങനെ എല്ലാം തകർത്തിയിട്ടാണുള്ളത്. പെട്ടെന്നുള്ള മഴയിലും അതുപോലെ തന്നെ കാറ്റിലുമാണ് നശിച്ചത്. എല്ലാവരും ലോണും മറ്റും ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഈ വാഴക്കൃഷിക്ക് ചെലവഴിച്ചത്. 200 മുതൽ 500 വരെ വാഴകൾ വെച്ച് കൃഷി ചെയ്തവരാണ് കൂടുതലും. മാസങ്ങൾ നീണ്ട അധ്വാനമാണ് ദിവസങ്ങൾക്കകം ഇല്ലാതായത്. അവശേഷിക്കുന്ന വാഴകൾ പുഴവെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് കർഷകർ. അമൃത ന്യൂസ്, കാസർഗോഡ്. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ തുടർപഠനം ഹൈക്കോടതി തടഞ്ഞു. തുടർപഠനം തടഞ്ഞ സർവകലാശാല നടപടി ഹൈക്കോടതി ശരിവെച്ചു. 3 വർഷത്തേക്ക് 19 വിദ്യാർത്ഥികൾക്കും ഒരു ക്യാമ്പസിലും പ്രവേശനം ലഭിക്കില്ല. സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി. മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം അനുവദിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവും റദ്ദാക്കി. ആലപ്പുഴയിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ 2000ഓളം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ച എക്സൈസ്. കേസെടുത്ത് 2 മാസം പൂർത്തിയാകും മുൻപാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന തസ്ലീമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നീ 3 പേർ മാത്രമാണ് കേസിലെ പ്രതികൾ. 55 സാക്ഷികളുള്ള കേസിൽ നടൻ ശ്രീനാഥ് ഭാസി 21ാം സാക്ഷിയാണ്. ശ്രീനാഥ് ഭാസിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ദമ്പതികളുടെ 2 മക്കളും കേസിലെ സാക്ഷികളാണ്. ഏപ്രിൽ 1 രാത്രിയിലാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. വിഷു ബമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു. 12 കോടിയുടെ ഒന്നാം സമ്മാനം കോഴിക്കോട് വിറ്റ 20, 42, 66 എന്ന ടിക്കറ്റിനാണ്. പാലക്കാട് ജസ്വന്ത് ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. 2ാം സമ്മാനമായി 1 കോടി വീതം 6 പേർക്ക് ലഭിക്കും.
പാലക്കാട് ജസ്വന്ത് ഏജൻസി വിറ്റ VD 204266 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി ലഭിച്ചത്. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 6 പേർക്ക് ലഭിക്കും. VA 699731, VB 207068, VC 263289, VD 277650, VE 758876, VG 203046 എന്നീ ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനമായി 10 ലക്ഷം വീതം 6 പേർക്ക് ലഭിക്കും. ആകെ 45 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ 42,87,350 ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയതും. നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 6 പേർക്കും ലഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷു ബമ്പർ ഒന്നാം സമ്മാനം കോഴിക്കോട് യശ്വന്ത് ഏജൻസി വിറ്റ ടിക്കറ്റിനാണ്. മൊത്ത വിതരണക്കാരായ ഏജൻസി പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനവും. രണ്ടാം സമ്മാനവും യശ്വന്ത് ഏജൻസി വിറ്റ ടിക്കറ്റിന് തന്നെയാണ്. വാളയാറിൽ വിറ്റ ടിക്കറ്റിന് ആണ് രണ്ടാം സമ്മാനമെന്നും ഭാഗ്യശാലികൾ ആരാണെന്ന് അറിയില്ലെന്നും ഏജന്റ് പറഞ്ഞു. 3 തലമുറയായി ലോട്ടറി ഏജന്റുമാരാണ്. 7 മാസം മുൻപാണ് താൻ ഏജൻസി തുടങ്ങിയതെന്നും ആദ്യമായി ബമ്പർ അടിച്ചപ്പോൾ അത് ഇരട്ടി മധുരമായതിൽ സന്തോഷമുണ്ടെന്നും യശ്വന്ത് പറഞ്ഞു. ரொம்ப ஹாப்பி, எக்ஸ்பெக்ட் செய்யல, വളരെ சந்தோஷம். ஃபர்ஸ்ட் ப்ரைஸ் பாலக்காடில் போயிருந்தது, செகண்ட் ப்ரைஸு வாளையார் சிதம்பரம் ஏஜென்சி. எல்லாம் ஒரு 2 இயர்ஸாக பண்ணிகிட்ருக்கோம் லாட்ரி ஃபீல்டு. அப்பா அச்சன் எல்லாமே லாட்ரி ஃபீல்டு தான். ஆனால் நான் ஏஜென்சி எடுத்து 7 months அக்டோபரில் எடுத்து இப்போ வரைக்கும் பம்பர் எல்லா பம்பரும் 1 lakh மேலே சேல்ஸு. ஃபஸ்ட் டைம் ஃபஸ்ட் ப்ரைஸ் செகண்ட் ப்ரைஸ் 2 அடித்தது ரொம்ப சந்தோஷம். எல்லாம் கடவுளோட புண்ணியம். இன்னும் அறியலை, பாக்கியசாலி அறியலை. முன்பு 3rd 4th ப்ரைஸ் தான் ஆச்சுள்ளது. ஆனால் ஃபஸ்ட் ப்ரைஸ் செகண்ட் ப்ரைஸ் தான் ஃபஸ்ட் டைம். நாங்களே எக்ஸ்பெக்ட் செய்யலை, ஆனால் ஃபஸ்ட் ப்ரைஸ் ஆச்சுது. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ച് CPM. തൃശൂർ CMS സ്കൂൾ പരിസരം മുതൽ കോർപ്പറേഷൻ വരെ CPM പ്രതിഷേധ മാർച്ച് നടത്തി. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച മാർച്ച് കോർപ്പറേഷന് മുന്നിൽ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റം ചെയ്യാതെ ജയിലിൽ കിടന്ന 10,000-കണക്കിന് ആളുകളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ജയിലിനെ പിടിച്ച് കൊടി താഴെ വെച്ച ചരിത്രം പാർട്ടിക്കില്ലെന്നും ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും പ്രാകൃതമായ നിയമമാണ് EDയെ വെച്ച് പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കുറ്റം ചെയ്യാതെ ജയിലിൽ കിടന്ന 10,000-കണക്കിന് സഖാക്കളുള്ള പാർട്ടിയാണ്. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോകം കണ്ട പ്രാകൃത നിയമങ്ങളിൽ ഒന്നാണ് നരേന്ദ്രമോദി EDയെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-11 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ ലോക്കൽ തലങ്ങളിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലം വരെ വിശദീകരണ യോഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടം നിവാസികളുടെ പട്ടയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. കൈവശക്കാരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഷയത്തിന് പരിഹാരം കാണണമെന്ന് റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ നടപടികൾ ആരംഭിച്ചത്. കൈവശ ഭൂമിക്ക് പട്ടയമെന്നത് ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടത്തെ കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റകാലം മുതലുള്ള ആവശ്യമാണ്. എന്നാൽ പല കാരണങ്ങളാൽ പട്ടയം നൽകുന്നതിന് നടപടിയുണ്ടായില്ല. ഇതിനിടെ പ്രദേശത്തെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായതോടെ പ്രതിഷേധം ശക്തമായി. തുടർന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് സിങ്കുകണ്ടത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ മന്ത്രി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. സിങ്കുകണ്ടം പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ നടപടികൾ പൂർത്തിയാക്കുവാനും സർവേ നടപടികൾ ആരംഭിക്കുവാനും അർഹരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുമുള്ള റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഈ അവസരം പറയുവാനായിട്ടുള്ളത്. മേഖലയിൽ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചു. കൃത്യമായ കൈവശക്കാരെ കണ്ടെത്തുന്നതിന് സർവേ നടത്തുന്നത് സംബന്ധിച്ച് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. സർവേ നടപടികൾ ആരംഭിച്ചാൽ അധികം വൈകാതെ പട്ടയം നൽകുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ കൈവശ ഭൂമിയിൽ കയ്യേറ്റക്കാരായി കഴിയുന്ന സിങ്കുകണ്ടത്തെ കർഷകർ ഭൂമിയുടെ അവകാശികളാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.
എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നു കാണാതായ 8ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. ഇന്ന് രാവിലെ തൊടുപുഴയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് 8ാം ക്ലാസ്സുകാരനായ കുട്ടിയെ കാണാതാകുന്നത്. വിവരമറിഞ്ഞ ബന്ധുക്കൾ കുട്ടിയുടെ സുഹൃത്തുക്കളോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും കാര്യമന്വേഷിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുട്ടി ഇടപ്പള്ളി ഭാഗത്തു നിന്നുള്ള ബസ്സിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. വൈകിട്ട് 6 മണിയോടുകൂടി കുട്ടി തൊടുപുഴ ബസ് സ്റ്റാൻഡിലെത്തുകയായിരുന്നു. സിനിമാ ഷൂട്ടിംഗ് സെറ്റുകൾ കാണാനുള്ള ലക്ഷ്യത്തോടെയാണ് കുട്ടി തൊടുപുഴയിലെത്തിയതെന്നാണ് സൂചന. എന്നാൽ തൊടുപുഴയിലെത്തിയ കുട്ടിയെ കൈനോട്ടക്കാരനായ ശശികുമാർ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അതിനുശേഷം ശശികുമാർ തന്നെയാണ് ഇന്ന് രാവിലെ കുട്ടിയെക്കുറിച്ചുള്ള വിവരം രക്ഷിതാവിനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നതും. തുടർന്ന് തൊടുപുഴ പോലീസ് എത്തി കുട്ടിയെയും ഇയാളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം പോലീസ് കണ്ടെത്തി. ഇയാൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്താനൊരുങ്ങുകയാണ് പോലീസ്. കുട്ടിയോടും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും. കുട്ടിയെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ വ്യാപക കൃഷിനാശം. 180ലധികം ഏക്കറിലെ കൃഷിയാണ് മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ നശിച്ചത്. 2 കോടിയോളം രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജൂൺ മാസത്തിലെ വിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ ഏത്തവാഴ കർഷകർക്കാണ് കാലവർഷക്കെടുതി വലിയ നഷ്ടം വരുത്തിയത്. കഴിഞ്ഞ 3 ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റാണ് കർഷകർക്ക് വില്ലനായത്. വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് 1500ഓളം വാഴയാണ് ഞാൻ വെച്ചിരുന്നത്. അതിനകത്ത് പകുതിയോളം ഏതാണ്ട് 600ഓളം വാഴകൾ കാറ്റടിച്ചൊടിഞ്ഞു. അതായത് വെള്ളിയാഴ്ച, ശനി, തിങ്കൾ ഈ 3 ദിവസങ്ങളിലായിട്ടാണ് കാറ്റടിച്ചത്. ശക്തമായ കാറ്റായിരുന്നു. ഈ 3 ദിവസങ്ങളിലായിട്ട് ഒരു ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ജൂൺ, ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കേണ്ട കൊലകളാണ്. 750 രൂപ 800 രൂപയോളം കിട്ടേണ്ട കൊലകളാണ്. 13 കിലോ 14 കിലോ വരുന്ന കൊലകളായിരുന്നു. അത് ഏതാണ്ട് പകുതിയോളം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക ലഭിച്ചാലും നഷ്ടം മറികടക്കാനാവില്ല എന്ന് കർഷകർ പറയുന്നു. കൃഷിഭവനിൽ അറിയിച്ചു. കൃഷിഭവനിൽ നിന്ന് വന്ന് കൃത്യമായി എണ്ണി എല്ലാം തിട്ടപ്പെടുത്തി അവരതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും നേരിട്ട് വന്ന് സൈറ്റിൽ വന്ന് നോക്കി എല്ലാം ഉത്തരവാദിത്തമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയി. ജില്ലയിലാകെ 180ലധികം ഏക്കറിൽ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 കോടി രൂപയുടെ നഷ്ടമെന്നും കരുതുന്നു. അടൂർ, തിരുവല്ല താലൂക്കുകളിലാണ് വ്യാപക കൃഷിനാശം. ഇവിടങ്ങളിൽ മാത്രം 80 ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ വില്ലനായി നിന്നത് വേനൽ മഴയാണെങ്കിൽ ഇപ്പോൾ അത് കാലം തെറ്റിയെത്തിയ കാലവർഷമാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.